മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ്. കെ.പി.സി.സി തലത്തിലും ഡി.സി.സി തലങ്ങളിലും വലിയ അഴിച്ചുപണിക്കാണ് ദേശീയ നേതൃത്വം ഒരുങ്ങുന്നത്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ അടുത്ത് നടന്ന കെ.പി.സി.സി നിർവാഹക സമിതി യോഗത്തിൽ നിലവിലെ കെ.പി.സി.സി ഡി.സി.സി ഭാരവാഹികളെ മാറ്റുന്നതിനെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ഈ എതിർപ്പ് പരിഗണിക്കാതെ മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് പുതിയ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന നേതാക്കളുടെ ഈ എതിർപ്പ് മറികടന്നുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അതൃപ്തിക്കും പൊട്ടിത്തെറിക്കും സാധ്യത നൽകുന്നുണ്ട്. കെ.പി.സി.സി ഭാരവാഹികൾക്ക് പുറമെ 10ലധികം ഡി.സി.സി അധ്യക്ഷന്മാരെയും മാറ്റിയേക്കുമെന്നാണ് സൂചനകൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ കേരളത്തിൽ പേരിന് മാത്രമുള്ള പുനഃസംഘടന മതി എന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആദ്യ തീരുമാനം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കനകോലുവിന്റെ റിപ്പോർട്ടും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടും പരിഗണിച്ച് ഹൈക്കമാൻഡ് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും അതിനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കാത്തതിലുള്ള വിമർശനം നേരത്തെ ചില നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇനിയും പ്രതിപക്ഷത്ത് തുടരേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നും അതിനാൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാരെ സംസ്ഥാന നേതാക്കളിൽ പലരെയും അറിയിക്കാതെ മാറ്റിയത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കെ.പി.സി.സിയിലും ഡി.സി.സികളിലും സമഗ്രമായ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. കണ്ണൂർ ഡി.സി.സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെ മാറ്റരുതെന്ന് കെ സുധാകരൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഹൈക്കമാൻഡിന്റെ ഏകപക്ഷീയമായ ഈ നീക്കത്തിൽ രമേശ് ചെന്നിത്തല, എം ഹസൻ, കെ മുരളീധരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില വിവാദങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രധാനമായും മുസ്ലിം മതവിഭാഗത്തെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന ആരോപണമാണ് ചില കോണുകളിൽ നിന്നും ഉയരുന്നത്. മുൻപ് യു.ഡി.എഫ് കൺവീനറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. എം ഹസനായിരുന്നു യു.ഡി.എഫ് കൺവീനർ. ഷാഫി പറമ്പിലായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. എന്നാൽ ഇപ്പോൾ യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. ഈ രണ്ടു പദവികളിലും പുതിയ ആളുകളെ നിയോഗിച്ചപ്പോൾ മുസ്ലിം മതവിഭാഗത്തെ പരിഗണിച്ചില്ല എന്ന വിമർശനമാണ് ചിലരെങ്കിലും ഉന്നയിക്കുന്നത്. ഇപ്പോൾ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വങ്ങളിൽ ഒന്നും തന്നെ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇല്ലെന്നത് യാഥാർത്ഥ്യമാണ്. മതമല്ല കോൺഗ്രസിന്റെ നേതൃത്വങ്ങളിലേക്ക് കടന്നു വരാനുള്ള മാനദണ്ഡമെന്ന് നേതാക്കൾ വാദിച്ചാലും കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്നതാണ്. ഇതിനിടയിൽ ഡി.സി.സി അധ്യക്ഷന്മാരുടെ മാറ്റം ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വരുന്നതോടെ നിരവധി പേരാണ് കുപ്പായവും തയ്ച്ച് സജീവമാകുന്നത്. എറണാകുളം, മലപ്പുറം, തൃശൂർ ഡി.സി.സി പ്രസിഡന്റുമാരെ ഒഴികെ 11ഇടങ്ങളിലും മാറ്റം കൊണ്ടുവരാനാണ് എ.ഐ.സി.സി നേതൃത്വം ആലോചിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പോലെയുള്ള തെക്കൻ ജില്ലകളിൽ ഇനിയും ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റുവാൻ വൈകിയാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി 8 നിലയിൽ പൊട്ടുമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതെല്ലാം മുന്നിൽ കണ്ടാണ് വേഗത്തിലുള്ള മാറ്റത്തിന് പാർട്ടി ഒരുങ്ങുന്നത്. ഏറെക്കുറെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചതായും അറിയുന്നു. കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ നടക്കുന്നത്. മുൻപ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളെ പലതിനെയും തള്ളിക്കളഞ്ഞതിന്റെ കുറ്റബോധം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ ഉണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ അദ്ദേഹം ഒട്ടേറെ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം പാടെ തള്ളിക്കളയുന്ന സമീപനമായിരുന്നു അന്ന് പാർട്ടി സ്വീകരിച്ചിരുന്നത്. ആ തള്ളിപ്പറച്ചിൽ കോൺഗ്രസിനെ വലിയ തിരിച്ചടികളിലേക്കായിരുന്നു നയിച്ചിരുന്നത്. ആ പാഠം ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് ഇന്ന് കനകോലുവിന്റെ നിർദ്ദേശങ്ങളെ ശിരസാൽ വഹിക്കുകയാണ്.